ഓണം വെക്കേഷന് പിള്ളേരെ കൊണ്ട് പീച്ചി കാണാൻ പോയതാട്ടാ. ഞാനും വൈഫും മുന്നേ കുറേ തവണ പോയിട്ടുള്ള സ്ഥലമാണത്. പിള്ളേരെ ആദ്യമായിട്ട് കൊണ്ടുപോകണത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിവരങ്ങളൊക്കെ നിങ്ങളോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം നമുക്കൊരു വീഡിയോ ആയല്ലോ എന്ന് കരുതി കൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് വെച്ചു തന്നെ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഭാഗമാണ് കേട്ടോ. ബീച്ചിലേക്ക് ഇറങ്ങണ വഴിയാണ്. ടാറിട്ട റോഡിൻ്റെ ഫ്രണ്ട് വശമുണ്ട്. പണ്ടൊക്കെ ഈ വഴിക്ക് പോകുമ്പോൾ വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ റോഡിൻ്റെ ഭംഗിയൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം നല്ല ഭംഗിയൊക്കെ കഴിച്ചിട്ടുണ്ട് റോഡ്. ഇതാണ് കേട്ടോ പീച്ചി ഡാമിൻ്റെ ഒരു സ്ട്രക്ചർ. ഇങ്ങനെ പരന്ന് കിടക്കണ ജലസാഗരം എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ജലസമൃദ്ധിയോടെ നിൽക്കുന്ന പീച്ചിയാണ് കേട്ടോ. ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ നല്ല സമൃദ്ധിയോടെ നിൽക്കുന്നുണ്ടായിരിക്കും. മഴയൊക്കെ പെയ്ത് വെള്ളം നിറച്ച്. അങ്ങനെ പീച്ചിൻ്റെ ഷട്ടറൊക്കെ കുറച്ച് ഇഞ്ച് തുറന്നിട്ടുണ്ട്. വലുതായിട്ടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. എല്ലാ ഷട്ടറും തുറന്നിട്ടുണ്ടെന്ന് മാത്രം. ഇത് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ അടിയിക്കുള്ളത്. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇന്നൊക്കെ വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു മോനെ. അങ്ങനെ പിള്ളേർക്ക് ഇത് കാണാനായിട്ട് പേടിച്ച് സൈഡിൽ നിൽക്കുന്നുണ്ട്. ചെക്കനാണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ എത്തിച്ച് നോക്കണം കയറിയിട്ട്. അപ്പോൾ അവൾ ചീത്ത പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഭാഗം കാണണ്ട, മലകളും അവിടുത്തെ പൂന്തോട്ടൊക്കെയാണ്. ഇതിലാണ് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം പോണ വഴിയിട്ട്. അങ്ങനെ അതെ എൻ്റെ താഴെയുള്ള കുട്ടി ദേ മന്ദാഗിരിയിട്ട് നടന്നു പോകുന്നുണ്ട്. നോക്കിയപ്പോൾ ചിരിക്കും. ഇതെടുത്ത് ഏറ്റവും വലിയ കോമഡി. ഈ കയ്യകലുള്ള ബലൂണില്ലേ, ആൾ എത്ര നേരം ഉന്നം പിടിച്ചിട്ട് വെടിയിച്ചതെന്ന് പറയും. ഒന്നും കൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് വെടിയിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കാശിൽ ചേട്ടാ വെറുതെ വേണമെങ്കിൽ വെടിയിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, അതെനിക്ക് ആൾക്കാർ വരുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെല്ലെ നടന്നതിൽ പോയി. പിന്നെയാണ് ഇവിടുത്തെ ലോകം, പിള്ളേരുടെ ലോകമാണ് കേട്ടോ ഈ ഭാഗം കാണുന്നത്. പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതൊന്നും ഉണ്ടാകുന്നില്ല. കുറേ തുരുമ്പിച്ച കുറേ ഐറ്റംസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, കുറച്ചുണ്ടാകുന്നുള്ളൂ. അന്ന് അധികം ആൾക്കാരൊന്നും വരുന്നുണ്ടാകുന്നില്ല ആ സമയത്തൊന്നും. വന്നാൽ തന്നെ ആ പൂന്തോട്ടത്തിൽ ഓടി കളിച്ച് അങ്ങനെ തിരിച്ച് പോകുമ്പോൾ പതിവ്. ഇപ്രാവശ്യം അടിപൊളിയായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. എല്ലാത്തിനും പൈസ വേണം. ഇതിനൊന്നും പൈസ വേണ്ട കേട്ടോ, പിള്ളേർക്ക് ഒഴുകി നടക്കാനായിട്ടുള്ള സ്ഥലത്തിനൊക്കെ. അങ്ങനെ 3 പിള്ളേർക്ക് ചാടി കളിച്ച് അത് കഴിഞ്ഞിട്ട് താഴെ പൂന്തോട്ടത്തിനടുത്തേക്ക് പോണ വഴിയിൽ കുറേ ഐറ്റംസ് വേറെ ഉണ്ട്. അത് മുൻപ് നമ്മളിവിടെ പണ്ട് വരുമ്പോൾ വിശ്രമിക്കാറുണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. നല്ല പച്ചപ്പ് പന്തലിച്ചിട്ട് ഇങ്ങനെ പാമ്പിൻ്റെ പോലെ കൊമ്പും ചില്ലൊക്കെ പോയിട്ടുള്ള നല്ല പച്ച വരിച്ചിട്ടുള്ള ഒരു മരം. അതിനിടയിലാണ് നമ്മൾ അന്നൊക്കെ വന്നിരിക്കാറ്. ഇത് നമ്മൾ ഒരുമിച്ചൊരു 10 മിനിറ്റ് ഇരിക്കാനുള്ള ഒരു സമയമൊന്നും സാഹചര്യം ഉണ്ടാകുന്നില്ല. പിള്ളേർ അവിടെ ഒരാൾ ഇവിടെ ഒരാൾ അങ്ങനെ ചാടി മറിഞ്ഞിരിക്കുന്ന. എന്നാലും ഒരു 5 മിനിറ്റ് ഞങ്ങൾ ഇരുന്ന് നോക്കി. പക്ഷേ അപ്പോഴേക്കും അടുത്ത വലയും കൊണ്ട് അടുത്ത ആൾ വരും. അങ്ങനെ താഴെയുള്ളതും താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അടുത്ത കളിക്കാനുള്ള സാധനങ്ങളൊക്കെ നോക്കാനായിട്ട്. ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങി വരാണ്. അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ വൈഫിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെടുത്തു. അങ്ങനെ താഴേക്ക് മെല്ലെ ഇറങ്ങി വന്നു. പിന്നെ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡാമിൻ്റെ തൊട്ട് വെള്ളം വീണ തൊട്ട് സൈഡിലുള്ള ഭാഗമാണ് കേട്ടോ. അവിടെ ഇതേപോലെ തന്നെ ചെറിയ പാർക്ക് പോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസൊക്കെ ഉണ്ട്. അത് കണ്ട് ഞങ്ങൾ ചിരിച്ചിരിക്കുമ്പോഴാണ് വൈഫൊരു കോമഡി പറഞ്ഞത്. അത് ഞാൻ നല്ലോണം ചിരിച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, അവൾക്ക് വല്ലാത്ത അഹങ്കാരമാവും. അതുകാരണം ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ അങ്ങനെ ചെക്കനും വന്നു. അപ്പോൾ അവനെയും അത് വിളിച്ചിങ്ങനെ താത്തിയും പൊന്തിച്ച് കടുപ്പിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് വയ്യാണ്ടായി. ഒരു കൈ കൊണ്ട് ഫോണും ഒരു കൈ കൊണ്ട് ഇങ്ങനെ അതും പിടിച്ച് താത്തണ്ടേ. പക്ഷെ എനിക്ക് പറ്റണില്ല. ഞാൻ നീങ്ങി പോയിട്ട് ഡാമിൽ വെള്ളം വീണ്ടും സൈഡത്തെ വീഡിയോ എടുത്ത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇതിനെന്താ പറയുക അറിയില്ല കേട്ടോ. വോൾ ക്ലൈമ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിള്ളേർ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഇങ്ങനെ ഒരു തൂണ് പോലത്തെ സംഭവം ചാടി നടന്നു പോകുന്ന ഐറ്റംസ് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ ഗാർഡനിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ. ഗാർഡൻ എന്ന് വെച്ചാൽ കുറച്ച് നടക്കാനുണ്ട്. താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് പിന്നെ കുറച്ച് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഗാർഡൻ എത്തി. ഇതിന് സ്റ്റെപ്പ് മലയുടെ സ്റ്റെപ്പ് ഭാഗത്താണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ബീച്ചിൽ. അതിൽ മോള് മറ്റേ ഈ കുരങ്ങന്മാരൊക്കെ ചാടി പോകുന്ന ഐറ്റംസ് ഇല്ലേ, കമ്പി വള്ളിയും പിടിച്ച് പോയില്ല, അതുപോലത്തെ ഐറ്റംസ് ചെയ്യാൻ നോക്കി. പക്ഷേ രക്ഷയില്ല, സാധിച്ചില്ല. ചെക്കനും ചെയ്തു, അവനും പറ്റിയില്ല. അവന് വേറെ ഞാൻ കൈ കൊണ്ട് എടുത്ത് നിലത്തിറക്കി നിർത്തി. നേരത്തെ പറഞ്ഞില്ല ഞാൻ ഗാർഡനിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് ഇതാണ് കേട്ടോ. ഇത് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത ലെയറായി. അവിടെ നിന്ന് ഗാർഡനിൽ പോയി ഞങ്ങൾ കുറച്ച് നേരം ഒരു തണലത്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ
താഴെ ചെക്കനെ കാണാൻ ചെക്കൻ അവിടെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള സെറ്റപ്പ് നോക്കി നടന്ന് പോയിട്ട് അവിടെ ഐസ്ക്രീമിൻ്റെ കട കണ്ടുണ്ട് അച്ഛാന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. അന്ന് ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ മെല്ലെ ആ ഭാഗത്തേക്ക് നടക്കണം കേട്ടോ. നടന്ന് എത്തിയപ്പോൾ ഐസ്ക്രീമിൻ്റെ പരിപാടിയൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഏതൊക്കെ വേണമെന്നുള്ളത്. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അത് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞ് മേലെ ഞങ്ങൾ നമ്മൾ തിരിച്ച് പോകണ്ടേ, തിരിച്ച് പോകാനുള്ള ഭാഗത്തേക്ക് നടക്കണം കേട്ടോ. അതായത് ഡാമിൻ്റെ വെള്ളം വീണ തൊട്ട് താഴെയായിട്ട് സ്റ്റെപ്സുകളുണ്ട് മുകളിലേക്ക് കയറാനുള്ളത്. അതിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നെത്തുന്നത് നമ്മൾ ഡാമിലേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇല്ലേ, ആ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ഒന്ന് എത്തും. അപ്പോൾ അത് കയറാനായിട്ടുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചും ഡാമിനത്തെ വെള്ളം വീണതിൻ്റെ വ്യൂസ് നമ്മൾ എടുത്ത് നോക്കി. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നമ്മുടെ കയ്യിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കി വെച്ചോ. നല്ല വീഡിയോസ് വരും. ഓക്കെ, താങ്ക് യു.